നമസ്കാരം. നിലവര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൊപ്പം പഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടമായി. അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് UDFന് ഭരണം നഷ്ടമായത്. അതേസമയം BJP അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. കൊപ്പം പഞ്ചായത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെ UDFന് ഭരണം നഷ്ടമായി. BJP കൂട്ടുകെട്ട് ആരോപിച്ചാണ് പ്രതിപക്ഷമായ LDF പ്രസിഡന്റ് അബ്ദുൽ അസീസിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത്. ബുധനാഴ്ച രാവിലെ നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസ് അംഗം ഷെഫീഖ് LDFന് അനുകൂലമായി വോട്ട് ചെയ്തതോടെയാണ് LDF ഭരണം നേടിയത്. 7-നെതിരെ 9 വോട്ടുകൾക്കാണ് LDF വിജയിച്ചത്. ഒരു BJP അംഗം വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. പാർട്ടി തീരുമാനം ഇതിൽ പങ്കെടുക്കേണ്ട എന്നുള്ളതാണ്. പക്ഷേ അവരുന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പോയത്. അവർ ഈ പുറത്ത് പറയുമ്പോഴത്തെ ഒരു ആരോപണവും ഉന്നയിച്ചിട്ടില്ല. പിന്നെ ഇന്ത്യ മുന്നണി, കാരണം ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിൽ ഇനി ഭരണം നടത്താൻ പോകുന്നത് ഇന്ത്യ മുന്നണിയാണ്. കാരണം എല്ലാവരും നമുക്ക് രാജ്യത്തെ മൊത്തം സ്ഥിതി അറിയാം. ഇവിടെ അവർ തമ്മിലുള്ള കൂട്ടുകക്ഷി നമുക്കറിയാം. പിന്നെ വെറുതെ ആരോപണം എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കെതിരെ പറയുന്നത്. ബാക്കി പാർട്ടിയുടെ നയങ്ങളും കാര്യങ്ങളും പാർട്ടിയുടെ ചുമതലപ്പെട്ട ആൾക്കാർ പറയുന്നതായിരിക്കും. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFനും UDFനും 8 വീതം അംഗങ്ങളാണുള്ളത്. ഒരംഗം BJPക്കുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത്. LDFന് പ്രസിഡന്റ് സ്ഥാനവും UDFന് വൈസ് പ്രസിഡന്റ് സ്ഥാനവും ലഭിച്ചു. ഇതിനിടെ 2022 ഏപ്രിലിൽ BJP അംഗത്തിന്റെ പിന്തുണയോടെ UDF പ്രസിഡന്റായിരുന്ന CPMലെ T ഉണ്ണികൃഷ്ണനെതിരെ അവിശ്വാസം കൊണ്ടുവരികയായിരുന്നു. ഇത് പാസ്സാവുകയും ചെയ്തു. എന്നാൽ തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ BJP അംഗം വിട്ടുനിന്നു. തുടർന്ന് നടന്ന നറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ MC അബ്ദുൽ അസീസ് പ്രസിഡന്റാവുകയായിരുന്നു. തൃത്താല VK കടവ് ഫെസ്റ്റ് വർണ്ണാഭമായ പരിപാടികളോടെ നാളെ ആഘോഷിക്കും. കാലത്ത് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ ഗജസംഗമം നടക്കും. തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നാട്ടുപ്രദക്ഷിണം ഉണ്ടാകും. വൈകിട്ട് വിവിധ നേർച്ച ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഗജഘോഷയാത്രയും നടക്കും. ബാൻഡ് മേളം, വിവിധ വാദ്യമേളങ്ങൾ എന്നിവ ഘോഷയാത്രയ്ക്ക് അകമ്പടിയാകും. രാത്രി വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും നടക്കും. കാഞ്ഞിരത്താണി കപ്പൂരിൽ ഉറങ്ങാൻ കിടന്ന യുവാവ് മരിച്ചു. പത്തായപ്പുരയ്ക്കൽ 26 വയസ്സുള്ള ഷെഫീഖാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന ഷെഫീഖ് ബുധനാഴ്ച പുലർച്ചെ ശാരീരിക അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അബോധാവസ്ഥയിലായ യുവാവിനെ ബന്ധുക്കൾ ചേർന്ന് പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. 1 മാസം മുമ്പാണ് ഷെഫീഖ് വിവാഹിതനായത്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മൃതദേഹം പോലീസ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. സഫീറ ഭാര്യയാണ്. ഒരിടവേള. തലമുറകൾ തോറും വളരുന്ന സ്നേഹം പൊന്നായി മാറട്ടെ. പൈതൃകത്തിന്റെ പൊന്നിന് പുതുമയുടെ മുദ്രണം. തികച്ചും സൗജന്യമായി. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. വാർത്തയിലേക്ക്. കിഴയൂർ ഗവൺമെന്റ് UP സ്കൂളിൽ ഭക്ഷ്യമേളയും സയൻസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് UP സ്കൂൾ കീഴായൂരിൽ ഭക്ഷ്യമേളയും സയൻസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ O ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കറിയാം, സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളിലെ കഴിവ് മാത്രമല്ല, നമ്മുടെ രക്ഷിതാക്കളുടെ കഴിവും കൂടി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പരിപാടികളാണ് ഇവിടെ വെച്ച് നടന്നുകൊണ്ട് പോകുന്നത്. കിഴായൂര് സ്കൂൾ എന്ന് പറയുന്ന പ്രശസ്തിയുടെ നെറുകയിലേക്ക് എത്തുകയാണ്. എല്ലാ മത്സരങ്ങളിലും പങ്കെടുത്തുകൊണ്ട് ജില്ലാ തലം വരെ A ഗ്രേഡ് നേടിയിട്ടാണ് ഇപ്രാവശ്യത്തെ ശാസ്ത്രോത്സവത്തിലും അതുപോലെ തന്നെ കായികമേളയിലും കലാമേളകളിലും ഒക്കെ നമ്മുടെ കുട്ടികൾ വിജയം കൈവരിച്ചത്. ആ കുട്ടികളെല്ലാം ഈ അവസരത്തിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. നന്നായി എന്നിരുന്നാലും നമ്മുടെ ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കൂടി അതിന് ചെറിയൊരു പങ്ക് വഹിക്കാനുണ്ട് അല്ലേ. നമുക്കറിയാം, ഇന്ന് നമ്മൾക്ക് ഇഷ്ടം പോലെ ഭക്ഷണം ലഭിക്കുന്ന കാലഘട്ടമാണ്. പക്ഷെ നമ്മുടെ പോഷകാഹാരം ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് അപൂർവമാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം
കണ്ടുവരുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ആരോഗ്യപ്രദമായ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ്. കുട്ടികളുടെ ഇഷ്ടങ്ങളും രുചിക്ക് അനുസരിച്ച് മാത്രമേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ആനന്ദവല്ലി അധ്യക്ഷത വഹിച്ചു. BPC മനോജ്, CRC കോർഡിനേറ്റർ സജീഷ്, പ്രധാനാധ്യാപിക ശ്രീലത, മുഹമ്മദ് മുസ്തഫ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കുട്ടികളൊരുക്കിയ പ്രദർശനമേള നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി സന്ദർശിച്ചു. എടപ്പാൾ മുതൂർ ശ്രീ കല്ലാനിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. ജനുവരി 16-നാണ് ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറിയത്. ഇന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവുകൾ ഉത്സവാഘോഷത്തിന് വർണ്ണപ്പൊലിമയേകി. ഉത്സവദിനത്തിൽ രാവിലെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. ശിവേലിക്ക് ശേഷം ഗജവീരന്മാരുടെ അകമ്പടിയോടെ പകൽപൂരം എഴുന്നള്ളിപ്പും ഉണ്ടായി. ഉച്ചയ്ക്ക് നടന്ന എഴുന്നള്ളിപ്പിൽ അരിയല്ലൂർ അനന്തനാരായണ ശർമ്മയുടെയും കലാമണ്ഡലം കുട്ടിനാരായണന്റെയും നേതൃത്വത്തിലുള്ള മേജർ സെറ്റ് പഞ്ചവാദ്യം കൊഴുപ്പേകി. ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായി മണ്ണാർത്തിട പൂതനും വഴിപാടിന്റെ ഭാഗമായുള്ള കരിങ്കാളികളും ക്ഷേത്രമുറ്റത്തെത്തി. ദീപാരാധനയ്ക്ക് ശേഷം ഫാൻസി വെടിക്കെട്ടും രാത്രിയിൽ പോരൂർ ഉണ്ണികൃഷ്ണന്റെയും അത്താളൂർ ശിവന്റെയും നേതൃത്വത്തിലുള്ള ഡബിൾ തായമ്പകയും ഉത്സവത്തിലുണ്ടായി. ശേഷം ഫ്രണ്ട്സ് കല്ലാനിക്കാവിന്റെ നേതൃത്വത്തിലുള്ള സംഗീത നിശയും നടന്നു. ഫെബ്രുവരി 6-നാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഗുരുതി ചടങ്ങുകൾ നടക്കുക. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് NCP കുലുക്കല്ലൂർ മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചു. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ചാണ് NCP കുലുക്കല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത്. മുളയങ്കാവ് സെന്ററിൽ നടന്ന സംഗമം NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി PA റസാഖ് മൗലവി ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഇന്ന് ജനുവരി മാസം 30-ാം തീയതിയാണ്. നമ്മളെല്ലാവരും ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും അതിലേറെ നമ്മുടെ നെഞ്ചോട് ചേർക്കുകയും ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജിയെ അദ്ദേഹം വെടിയേറ്റ് രക്തസാക്ഷിയായ 76ാമത് ഓർമ്മ ദിനമാണ് ഇന്ന്. ഞങ്ങളുടെ പാർട്ടി സംസ്ഥാന വ്യാപകമായി ഇന്ന് മഹാത്മജിയെ ഓർക്കൂ, ഇന്ത്യയെ രക്ഷിക്കൂ എന്ന മഹത്തരമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇതുപോലെയുള്ള ഗാന്ധി സ്മൃതി സദസ്സുകൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കുലുക്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് രാജഗോപാലൻ CP അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് P സുന്ദരൻ, NYC സംസ്ഥാന വൈസ് പ്രസിഡന്റ് PA അബ്ദുള്ള, ജില്ലാ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, E രാജീവ്, KMA ഖാദർ, J അനൂപ് വല്ലപ്പുഴ, C അബ്ദുൾ അസീസ്, K ഇസ്മയിൽ, KT അബ്ദുൽ നാസർ, K പ്രദീപ്, സുരേന്ദ്രൻ NM, സതീശൻ, വേഷുട്ടൻ P, ജയപ്രകാശ് PK തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ആ രീതികൾ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഒന്ന് അംഗീകരിച്ചിരുന്നു എങ്കിലും അതിനെ എതിർത്ത ചില ശക്തികൾ ഈ രാജ്യത്തുണ്ടായിരുന്നു. അദ്ദേഹം ഈ പോക്ക് പോയാൽ ഈ രാജ്യം അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തില്ല എന്ന് കണ്ട് അവരുടെ സ്വപ്നങ്ങൾ നടപ്പിലാവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1948 ജനുവരി 30-ാം തീയതി പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോകുന്ന അദ്ദേഹത്തിന്റെ വിരിമാറിലേക്ക് വെടിയുണ്ടയർപ്പിച്ച് അദ്ദേഹത്തെ രക്തസാക്ഷിത്വം വഹിപ്പിച്ചത് ഹിന്ദു തീവ്രവാദിയായ ഹിന്ദു മഹാസഭയുടെ നേതാവ്, ഇന്നത്തെ നരേന്ദ്രമോദിയുടെ അമിത്ഷായുടെ നേതാവ്, RSSന്റെ ഉൾപ്പെടെയുള്ള നേതാവ്, ഹിന്ദു തീവ്രവാദികളുടെ നേതാവ്,
നാഥുറാം വിനായക ഗോഡ്സെ അദ്ദേഹത്തിന്റെ വിരിമാറിലേക്ക് വെടിയുണ്ടയർപ്പിച്ച് മഹാത്മാഗാന്ധിയെ വധിച്ചു. തുടർന്ന് അനുസ്മരണ റാലിയും നടന്നു. ഇതോടെ നിളയൊരു വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.